സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് എന്ന് പറയുന്നത് SIT ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്. ഇനിയും നമുക്കറിയാം അറസ്റ്റ് ചെയ്യപ്പെടാതെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട പ്രമുഖന്മാരുണ്ട്. അത് വരട്ടെ, ഞങ്ങൾ നോക്കിയിരിക്കുകയാണല്ലോ. കേരള ജനത ഇത് നോക്കി നിൽക്കുകയാണ്. കർഷകരെ പിടിക്കാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഉറച്ച നിലപാട്. അല്ല, സ്വാഭാവികമായിട്ടും ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം മറുപടി പറയട്ടെ. ഇത് ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഞങ്ങളെ അന്താളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വഴിമാറ്റാനുള്ള ചർച്ചയാണോ നടക്കേണ്ടത്? ഇവിടെ 10 വർഷമായിട്ട് ജനങ്ങളെ മുടിച്ച് നാനാവിധമാക്കിയ ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുകയാണ്. ജനമല്ല അതിൻ്റെ പിന്നിലാണ്. അതിനെതിരായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഗിമ്മിക്കുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്ത അതൊന്നും നടക്കാൻ പോണില്ല. കൃത്യമായിട്ടും നിങ്ങൾ കുറേ ആളുകൾ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ വന്നു കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസ്സിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിലുണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിൽ കൃത്യമായിട്ടും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പിന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിയുണ്ട്. സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന പേരുകളിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല. AICC സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. യഥാർത്ഥമായ കാര്യങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. ഈ വയനാട് ക്യാമ്പിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പുതുയുഗ യാത്രയ്ക്ക് മുന്നാടിയായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യം. അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയാണ് അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. വയനാട് ക്യാമ്പിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച തീരുമാനമുണ്ട്. ഞങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ട് അതിനകത്ത്. ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാള മനോരമ സപ്ലിമെന്റിൽ ഒരു അഭിമുഖം പുറത്തു വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ സച്ചിദാനന്ദൻ സർക്കാർ ഭരണമാറ്റം നല്ലതാണ് എന്ന് ഒരു സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടത് ബുദ്ധിജീവികളും സർക്കാർ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന UDFന്. ലെഫ്റ്റ് എന്ന് പറയുന്ന ഇടത് ചിന്താഗതിക്കാർ, ഞങ്ങളെല്ലാം ലെഫ്റ്റ് തന്നെയാണ്. പക്ഷേ അതിന് കുറ്റമൊക്കെ ഇവർക്ക് മാത്രമാണെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇടത് ചിന്താഗതിക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന UDF. ഇത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ആകണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് UDFന് വോട്ട് ചെയ്യും. അതുതന്നെയാണ് ഈ പ്രതികരണമൊക്കെ ഉണ്ടാകുന്നത്. MP-യുടെ അഭാവം ശ്രദ്ധിച്ചിരുന്നു ഇന്നലെ യാത്രയിൽ? ഏത് MP? അദ്ദേഹത്തിന് വേറെ പേഴ്സണൽ കാര്യമുള്ളതുകൊണ്ട് പോയതില്ല. അദ്ദേഹം ഞാൻ കാസർഗോഡ്. നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പോകാതെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഒന്നും പറയാം, കടക്ക് പുറത്തൊന്നും പറയില്ല എന്നുള്ളതുകൊണ്ടാണോ? അങ്ങനെയാണോ? അദ്ദേഹം നിങ്ങൾ വല്ലതും പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. നിങ്ങൾ അദ്ദേഹത്തിനുള്ള പരാതി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ത് കാര്യമാണ്? ഇപ്പം ലൈനപ്പിലാണല്ലോ. ലൈനപ്പ് എവിടെ ഡിലേ ആയിട്ടുള്ളത്? ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. കൃത്യമായ ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇല്ല, ബയലാറ്ററൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുമ്പം ഒരു ദിവസം കൊണ്ടെല്ലാം തീരില്ല. ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതൊക്കെ സ്മൂത്തായിട്ട് തീരും. എപ്പോഴേ? അയ്യോ, അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ. അല്ല, അപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ തീയതിയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങളാരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ത്യ-അമേരിക്ക കരാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളടക്കം വൻപിച്ച ഭീഷണി നേരിടാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് ആർക്കും അറിയില്ല ഇപ്പോഴും. പക്ഷേ കുറേ കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെടുന്ന കാര്യങ്ങളാണ് ആ കരാറിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ തന്നെ ഇരുട്ടിൽ നിർത്തിയിട്ടുള്ള ഒരു കരാറാണ്. അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപിക്കുന്നത്. അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വൻപിച്ച നേട്ടമുണ്ടാകാൻ വേണ്ടി പോകുന്ന കരാറാണ് ഇന്ത്യയും ഒപ്പിട്ടത്. എന്ന് പറഞ്ഞാൽ കാർഷികോൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറികൾ ഇതെല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ് 0 ടാക്സിൽ എന്നാണ് കേൾക്കുന്ന കേൾവി. പാർലമെൻറ്റിനെ പോലും ഇരുട്ടി നിർത്തിയിരിക്കുകയാണ്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട ഈ കാര്യങ്ങൾ
ഇന്ത്യക്കയിലെ ജനങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? എല്ലാ കാലത്തും വാണിജ്യ കരാറുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാണിജ്യ കരാർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിമാർ പോവും, വാണിജ്യ സെക്രട്ടറി ആയാലും വിദേശകാര്യ സെക്രട്ടറിമാരും നേരത്തെ പോവും. അവർ ഗൃഹപാഠം നടത്തി മാസങ്ങളെടുത്ത് കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ തയ്യാറാക്കും. അവസാനം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ആ കരാർ ഒപ്പിടും. ഇതാണ് കാണാൻ, അല്ലെ ഉദ്യോഗസ്ഥന്മാർ കരാർ ഒപ്പിടും. ഇതൊരു ദിവസം രാത്രി നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇതാണ് കരാർ. പ്രധാനമന്ത്രി സമ്മതിച്ചു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത് ഇന്ത്യ എവിടുന്ന് ഓയിൽ വാങ്ങണമെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് 0 പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് നന്ദി പറയുന്നതായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഇന്ന് കരാറിൻ്റെ കുറേ വിശദാംശങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പോലും ഗുരുതരമായി ബാധിക്കുന്ന, കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന, കൃഷിക്കാരെ ബാധിക്കുന്ന ഗൗരവതരമായ കാര്യങ്ങളുള്ള കരാറാണ് ഇത്. ജനങ്ങളെ അറിയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അറിയിപ്പിക്കാൻ ആരെ സഹായിക്കാനാണ് ഇവർ ചെയ്യുന്നത്? ട്രംപിൻ്റെ മുന്നിൽ കവാത്ത് മറക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറുകയാണ് ഈ നാടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഒരക്ഷരം മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിന് ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുകയാണ്, ചെറുത്തുതോൽപ്പിക്കുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കേണ്ടതാണ്. എന്തായാലും ഇത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. സർക്കാർ ജനങ്ങളിൽ നിന്നും ഇത് ഒളിച്ചു വെക്കുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. താങ്ക് യു.